സമ്മേളനത്തിൽ പരാജയപ്പെട്ട ഒരു സ്നേഹിതന്റെ ആത്മവിലാപം എന്ന് വേണമെങ്കിൽ അതിനെ പറഞ്ഞ് നമുക്ക് അവഗണിച്ച് കളയാവുന്ന ഒരു കാര്യം മാത്രമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2685 ബ്രാഞ്ചുകളുണ്ട് ഞങ്ങളുടെ ജില്ലയിൽ. 2685 ബ്രാഞ്ച് സമ്മേളനങ്ങളും ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കിയ ജില്ലയാണ്. ഒരിടത്തും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഏതാണ്ട് 165 ലോക്കലുകളുണ്ട്, 185 ലോക്കലുകളുണ്ട്. ആ ലോക്കൽ സമ്മേളനങ്ങളിൽ ആകെ 1-2 സമ്മേളനങ്ങളിൽ മാത്രമാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ പോലും ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഉയർന്നു വന്നത്. അതൊക്കെ സ്വാഭാവികമാണ്. ഞങ്ങളുടെ പാർട്ടിക്ക് അതെല്ലാം സ്വാഭാവികമാണ്. ഇവിടെ 19 ഏരിയ ഉണ്ട്. അതിൽ 17 ഏരിയ സമ്മേളനങ്ങളും നല്ല നിലയിൽ ഇന്നലെ മംഗലപുരം ലോക്കൽ ഏരിയ സമ്മേളനം നല്ല നിലയിൽ പൂർത്തീകരിച്ചത്. അവിടെ ഉദ്ഘാടനമുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. അതിനെക്കുറിച്ച് ചർച്ച നടത്തിയതിനു ശേഷം പുതിയ കമ്മിറ്റി തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി പഴയ കമ്മിറ്റി ഒരു പാനൽ ഉണ്ടാക്കി. ആ പാനൽ ഏരിയ സെക്രട്ടറി അവതരിപ്പിച്ചു. ഏരിയ കമ്മിറ്റി പുതിയ സെക്രട്ടറി തെരഞ്ഞെടുക്കാൻ വേണ്ടി കൂടിയപ്പോൾ 2 പേരുകൾ വന്നു. അത് സ്വാഭാവികമാണ്. 2-3 പേരുകൾ വരാം. അങ്ങനെ പേര് വന്നാൽ ഏറ്റവും കൂടുതൽ ഏരിയ കമ്മിറ്റി മെമ്പർമാർ അനുകൂലിക്കുന്നത് ആരെയാണെന്ന് നോക്കിയിട്ട് അവരെ സെക്രട്ടറിയായിട്ട് നിശ്ചയിക്കുക എന്ന് പറയുന്ന ജനാധിപത്യപരമായിട്ടുള്ള മര്യാദ നമ്മൾ കാണിച്ചത്. അത് ഉൾക്കൊള്ളാൻ ഉള്ള രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടോ വിവേകമോ സംഘടനാപരമായിട്ടുള്ള ശക്തിയോ ഇല്ലാതെ പോയ ഒരാളായി പോയി ഈ മധു എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തിൽ നിന്ന് നമ്മളാരും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. 2 ടൈം പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി പ്രവർത്തിച്ച ഒരാളാണ്. ഇത്രയ്ക്കും കരുത്തില്ലാത്ത, സംഘടനാപരമായി രാഷ്ട്രീയ കരുത്തില്ലാത്ത ഒരാളാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുള്ള പോരായ്മ ഞങ്ങൾ തന്നെ മനസ്സിലാക്കുകയാണ്. അതെ, ഇപ്പൊ വി ജോയ് സെക്രട്ടറി ആയ കാലഘട്ടത്താണല്ലോ ഇപ്പൊ ഈ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം. ബിജെപിയിലേക്ക് വരെ പോകാൻ റെഡിയായി നിൽക്കുകയാണ്. മധുവിനെതിരെ നിലവിൽ പാർട്ടിക്ക് മുന്നിൽ പരാതികളുണ്ട്. അതൊന്നും ഇപ്പൊ റിവീൽ ചെയ്യേണ്ട കാര്യമില്ല. അതെല്ലാം റിവീൽ ചെയ്യേണ്ട സമയത്ത് റിവീൽ ചെയ്യാം. ഏതിൽ പോകുന്നതിനോട് നമുക്ക് യോജിപ്പൊന്നുമില്ല. ആർക്കും ഏതിൽ പോകാനുള്ള സ്വാതന്ത്ര്യമുള്ളൂ. അതൊന്നും നമുക്ക് പിടിച്ചു നിർത്താനൊന്നും പറ്റുകയില്ല. ഏരിയ സെക്രട്ടറി ബിജെപിയിലേക്ക് അതെ അതെ, ഞങ്ങൾക്ക് ലേശം ക്ഷീണം അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഉറപ്പാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ആര് പോയാലും ഒരാള് പോലും മധുവിന്റെ കൂടെ അയാളുടെ മകൻ സംശയമാണ്. ഒരാൾ പോലും ഉണ്ടാവില്ല. ഒരു സംശയം. അയാളുടെ മകൻ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. ആ കൊച്ചൻ പോലും പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പോവില്ല. ഞങ്ങൾ അതൊന്നും ഇപ്പൊ പറയേണ്ട കാര്യമില്ല. ഇപ്പൊ നമ്മള് അയാളുടെ പ്രശ്നം ഗൌരവത്തോടു കൂടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് വേണമെന്നുള്ളത് പാർട്ടിയുടെ സംസ്ഥാന എന്തിനനുനയിപ്പിക്കണം മനസ്സിലായില്ലേ? ഞങ്ങൾ ഒരു തീരുമാനം എടുക്കുക, സംഘടനാപരമായി തീരുമാനിക്കുക. അത്രയേ ഉള്ളൂ. അതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതല്ലേ. ഒന്നും കാര്യമൊക്കെ